ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേക്കിൻ്റെയാണ്. ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്. നമ്മുടെ ചാനലിലോട്ട് പുതുതായി വന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്ത് എടുക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്ത് കാരമലൈസ് ചെയ്യാം. കാരമലൈസായി വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് കളറാക്കി എടുക്കണം. അതിനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അത് ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറേശ്ശായിട്ട് ഒഴിച്ച് ഒന്ന് ഷുഗർ സിറപ്പും വെള്ളമൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അത് മിക്സ് ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ബോയിൽ ചെയ്ത് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഷുഗർ സിറപ്പിലോട്ട് വെള്ളം ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, മേത്തിക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പ് സെറ്റായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. പാനിൻ്റെ ചൂട് കാരണം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു പാനിലോട്ട് 1/4 കപ്പ് കുരുകളഞ്ഞ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല ജസ്റ്റ് ഒന്ന് വേവിച്ച് ഉടച്ച് എടുക്കാം. അപ്പോൾ റെസിപ്പി നോക്കാം. ഒരു ബൗളെടുത്ത് അതിലോട്ട് 3/4 കപ്പ് ബേറ്റഡ് ക്യാരറ്റ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 കപ്പ് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് കാഷ്യൂ നട്ട്സ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഏലക്കായ പൊടിച്ചത്, ഗ്രാമ്പു പൊടിച്ചത്, പട്ട പൊടിച്ചത്, കൂടാതെ ജാതിക്ക പൊടിച്ചത്, ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് എടുക്കാം. സീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3 വട്ടെങ്കിലും ഒന്ന് സീവ് ചെയ്ത് എടുക്കാൻ നോക്കുക. സീവ് ചെയ്ത ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്ത ഒരു ബൗളെടുത്ത് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അതിനോടൊപ്പം 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലോട്ട് 1/2 കപ്പ് പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം. അതിനുശേഷം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം വല്ലാണ്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കാരമൽ കളറ്, ഫുഡ് കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്.
ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ്, ഡേറ്റ്സ്, കാഷ്യൂ നട്ട്സ്, മൈദ മിക്സ് ചെയ്ത ആ മിക്സ് ഇതിലോട്ട് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളത് അതും 2-3 പാർട്ടായിട്ട് സ്പാച്ചിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഒരുമിച്ചിട്ട് കൊടുക്കാതെ 2-3 പാർട്ടായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 6 ഇഞ്ചിൻ്റെ ടിന്ന് ബട്ടർ പേപ്പർ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സ്റ്റൗ ടോപ്പുമ്മയാണ് വെക്കുന്നത്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലോട്ട് 40 to 45 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. ബാറ്ററി ടിന്നിലോട്ട് പകർത്തിയതിനു ശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ടാണ്. അതിനുശേഷം അതിന് മുകളിലോട്ട് കാഷ്യൂ നട്ട്സ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ടാണ് കിട്ടിയേക്കണത്. ഇത് ബേക്ക് ചെയ്ത് പുറത്തെടുത്ത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് മിസ്സായി പോയി. നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.